ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മാധവമംഗലമാണ്. ഇന്ദ്രജ നന്ദിനിയുടെ കാല് തല്ലിയൊടിച്ച സന്തോഷത്തിൽ ആ ഗുണ്ടകൾക്ക് പണം കൊടുക്കുകയാണ്. മേഡം, ആ പെട്ടി തുറന്നു നോക്കി ഗോൾഡ് എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗുണ്ടകൾ പറയുമ്പോഴാണ് ഇന്ദ്രജ ആ പെട്ടി തുറന്നു നോക്കുന്നത്. ആ പെട്ടി കാലിയായിരുന്നു. ഇത് കാണുന്ന ഇന്ദ്രജ ആ പെട്ടി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് പറയുകയാണ്, നിങ്ങൾക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇല്ല മേഡം, മേഡം പറഞ്ഞതുപോലെ തന്നെയാ ഞങ്ങൾ ചെയ്തത്. എന്നാൽ ഇടയ്ക്കെന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഇന്ദ്രജ. അതേസമയം അങ്ങോട്ടേക്ക് മാധവൻ നമ്പ്യാർ വരികയാണ്. എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഗുണ്ടകളൊന്നും കയറി നിരങ്ങാനൊന്നും പറ്റില്ല. മര്യാദക്കാണെങ്കിൽ നിനക്കിവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെയാകും നിന്നെ ഇവിടുന്ന് ഇറക്കി വിടുന്നത്. ഇത് എൻ്റെ വീടും കൂടിയാണെന്ന് ഇന്ദ്രജ പറയുമ്പോൾ മാധവൻ നമ്പ്യാർ പറയുകയാണ്, നിന്റെ വീടാണെങ്കിലേ ഞാൻ പറയുന്നത് കേട്ട് വേണം നീ ജീവിക്കാൻ. ഈ വീടും നിലവിൽ ഇവിടുത്തെ സ്വത്തുക്കളും കെ മാധവൻ നമ്പ്യാർ എന്ന് പറയുന്ന എൻ്റെ പേരില. അത് എൻ്റെ അനന്തരാവകാശികളിൽ ആർക്ക് കൊടുക്കണമെന്നേ ഞാനാ തീരുമാനിക്കുന്നത്. പൊതുമര്യാദകൾ ലംഘിച്ച് ജീവിക്കുന്ന എൻ്റെ ഒരു മക്കൾക്കും അത് കിട്ടാൻ പോകുന്നില്ലെന്ന് മാധവൻ നമ്പ്യാർ പറയുമ്പോൾ, എങ്ങനെ മേടിച്ചെടുക്കണമെന്ന് എനിക്കറിയാമെന്ന് ഇന്ദ്രജയും പറയുന്നു. എൻ്റെ നേരെ നിനക്ക് ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കില്ല. അങ്ങനെ അനക്കിയാലേ ഇളയ മകളെ എഴുതി തള്ളിയതുപോലെ നിന്നെയും ഞാൻ അങ്ങ് എഴുതി തള്ളും, അത്ര തന്നെ. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ മാധവൻ നമ്പ്യാർ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. സാവിത്രിയെ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കാർത്തിയും രാമഭദ്രനും. ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ രാജലക്ഷ്മിയും മീനാക്ഷിയും സാവിത്രിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ആരോ മുൻവൈരാഗ്യം തീർത്തതാമേ, ശരിക്കും തല്ലിയിട്ടുണ്ടെന്ന് രാമഭദ്രൻ പറയുമ്പോൾ ഇത് കാണുന്ന മീനാക്ഷി ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയുകയാണ്, ആരോ നന്നായിട്ട് തല്ലി ചതച്ചിട്ടുണ്ട്. 2 ദിവസം കഴിയാം ദേഹത്ത് മുഴുവൻ നീര് പൊങ്ങുന്നത്. ഏതായാലും തള്ളയ്ക്ക് കിട്ടേണ്ടത് കിട്ടിയെന്ന് മീനാക്ഷി പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് മാലതി പറയുകയാണ്, ഏതോ ഗുണ്ടകൾ തല്ലി ചതച്ചെന്ന് കേട്ടിരുന്നു, പക്ഷേ ഫുട്ബോൾ പോലെ തട്ടി കളിച്ചെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ എന്താ ഉണ്ടായതെന്ന് പറയാൻ മീനാക്ഷിയും പറയുന്നു. ബാങ്കിൽ നിന്നും സ്വർണവും എടുത്തുകൊണ്ട് ഞാൻ കാറിൽ കയറി. തടിമാടന്മാരായ 2-3 ഗുണ്ടകൾ റോഡരികിൽ വെച്ച് വണ്ടി തടഞ്ഞു നിർത്തുകയും എൻ്റെ കയ്യിൽ നിന്നും സ്വർണത്തിൻ്റെ പെട്ടി വാങ്ങി എന്നെ തലക്കടിച്ച് വീഴ്ത്തുകയും ചെയ്തു. തല്ലെന്ന് പറഞ്ഞാൽ ഇതാ തല്ല്, ചറപറാന്ന് എന്നെ അടിച്ചു കളഞ്ഞില്ലേ എന്ന് സാവിത്രി പറയുകയാണ്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷിയും മാലതിയും. അതേസമയം അങ്ങോട്ടേക്ക് നന്ദിനി വരികയാണ്. സാവിത്രി, അവര് ഒത്തിരി ഉപദ്രവിച്ചോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ ഇവളുടെ പ്രാക്ക് കാരണമാ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് സാവിത്രി ദേഷ്യത്തോട് പറയുന്നു. തുടർന്ന് കാർത്തി പറയുകയാണ്, ഞാൻ കാരണമാ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നത്. ഞാനല്ലേ ലോക്കർ റൂമിൽ പോകാനായിട്ട് നിർബന്ധം പിടിച്ചത്. അതിന് ACP തെറ്റുകാരനൊന്നുമല്ല. ചിലർക്കൊക്കെ കിട്ടേണ്ടതേ കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടിയിരിക്കുമെന്ന് മീനാക്ഷി കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ കാർത്തി പറയുകയാണ്, മതിയടി, നിർത്ത്, കുറെ നേരമായല്ലോ നീ കളിയാക്കാൻ തുടങ്ങിയിട്ട്. തുടർന്ന് രാമഭദ്രൻ പറയുകയാണ്, ശവത്തി കുത്തരുത്, ഞാൻ കൊടുക്കേണ്ടത് ഗുണ്ടകൾ കൊടുത്തു, അത്ര തന്നെ. സ്വർണം എന്തെങ്കിലും മിച്ചമുണ്ടോ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ ഒരു മുട്ടുകമ്മൽ പോലുമില്ല, എല്ലാം അവർ കൊണ്ടുപോയെന്ന് സാവിത്രി കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇത് കേൾക്കുന്ന മാലതി പറയുകയാണ്, തറവാട്ടിലെ സ്വർണങ്ങളാ എല്ലാം കൊണ്ട് ചേച്ചി തൊലച്ചിട്ട് വന്നത്. എന്തായാലും സ്വർണം കൊണ്ട് കളഞ്ഞത് മോശമായി പോയെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ നന്ദിനി പറയുകയാണ്, അതിനമ്മേ സ്വർണമൊന്നും പോയിട്ടില്ലല്ലോ. ആഭരണങ്ങൾ ഞാൻ എൻ്റെ ബാഗിലാണ് സൂക്ഷിച്ചിരുന്നത്. അതിന് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. അമ്മ ഇന്നേ വരെ എന്നെ ഏൽപ്പിച്ച ജോലികളെല്ലാം തന്നെ ആത്മാർത്ഥതയോടെ തന്നെയാ ഞാൻ ചെയ്തു തീർത്തിട്ടുള്ളത്. ഈ സ്വർണം എൻ്റെ അമ്മയെ ഏൽപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, അത്ര തന്നെ. അത്രയും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അമ്മയെ സ്വർണം ഏൽപ്പിക്കുകയാണ് നന്ദിനി. പിന്നീട് കാണിക്കുന്നത് സാവിത്രിയെ രാമഭദ്രനും കാർത്തിയും കൂടി അകത്തേക്ക് കൊണ്ടിരുത്തുന്നതാണ്. ഇനിയെങ്കിലും ആരോടും വഴക്കിന് പോകാതെ അമ്മ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്കെന്ന് പറഞ്ഞ് കാർത്തി അവിടുന്ന് പോകുമ്പോൾ രാമഭദ്രൻ വായിക്കാൻ വല്ലോ രാമായണവും വേണോ എന്ന് സാവിത്രിയോട് ചോദിക്കുന്നു. വേണ്ട, ഞാൻ എൻ്റെ ഫോണിലെ സിനിമകൾ കണ്ടോളാം. അതേസമയം ഒരു പ്ലേറ്റ് നിറയെ ചിക്കൻ ഫ്രൈയുമായിട്ട് വന്ന് സാവിത്രിയുടെ മുന്നിലിരുന്ന് തിന്നുകയാണ് മീനാക്ഷി. അമ്മായിക്ക് കഞ്ഞി മാത്രമല്ലേ കുടിക്കാൻ പറ്റൂ, കുഴപ്പമില്ല, ഇത് മുഴുവൻ ഞാൻ തിന്ന് തീർത്തോളാം. ഇത് കേൾക്കുന്ന സാവിത്രി ദേഷ്യത്തോടെ പറയുകയാണ്, അതെ, എൻ്റെ ഈ അവസ്ഥ അധികം വൈകാതെ തന്നെ മാറും, ഞാൻ നിനക്ക് അപ്പോൾ കാണിച്ചു തരാം. പല്ലും നഖവുമില്ലാത്ത നിങ്ങൾ ഇനി എന്ത് ചെയ്യാനാണെന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞിട്ട് മീനാക്ഷി സാവിത്രിയുടെ മുന്നിലിരുന്ന് ആ ചിക്കൻ കഴിക്കുകയാണ്. അമ്മേ, മീനാക്ഷിയെ തടഞ്ഞാലോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, വേണ്ട മോളെ, അവളെ അവക്കിട്ട് അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെയെങ്കിലും അവൾ കുറച്ചൊക്കെ തിരികെ കൊടുക്കട്ടെ. പിന്നീട് കാണിക്കുന്നത് ജയറാമിനെയാണ്.
ജയറാം നന്ദിനിയോട് പറയുകയാണ്. അമ്മയും മോളും കൂടി ചേർന്ന് എന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലേ. എന്താണെങ്കിലും അമ്മ സമ്മതിച്ചെന്ന് കരുതി ദേവി ആ ഗിരീഷിനെ ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിക്കരുതായിരുന്നു. അതൊക്കെ അമ്മയുടെ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങളെ ഞാൻ ഒരിക്കലും എതിർക്കില്ലെന്നും നന്ദിനി പറയുമ്പോൾ എനിക്ക് അയാൾ ഇവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലെന്ന് ജയറാം പറയുന്നു. എന്നാൽ ജയേട്ടൻ തന്നെ അമ്മയോട് പറഞ്ഞാൽ മതി, അല്ലാതെ ഞാനൊന്നും പറയില്ല. ദേവിയുടെ കാര്യത്തിൽ ഞാൻ അല്പം പോസസീവാണ്. ദേവി അയാളോട് സംസാരിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ലെന്ന് ജയറാം പറയുമ്പോൾ നന്ദിനി ചോദിക്കുക, അപ്പോൾ ഞാൻ ഈ തറവാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ മാലയും അണിയിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതോ? അപ്പോൾ ഞാൻ അനുഭവിച്ച വേദനയൊന്നും ഒന്നുമല്ലേ? നിങ്ങൾ എനിക്ക് തന്ന സങ്കടങ്ങളെ എന്നെ മരണം വരെ വേദനിപ്പിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദിനി മീനാക്ഷിയെ വിളിച്ച് രാവിലെ മൈഥിലിയെ കണ്ട കാര്യമെല്ലാം പറയുന്നതാണ്. തുടർന്ന് മൈഥിലി ഇപ്പോൾ ഉള്ള വീടിൻ്റെ അഡ്രസ്സ് നന്ദിനി മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, ഇത് തന്നെയാ മണിയമ്മയുടെ വീടിൻ്റെ അഡ്രസ്സും. ഞാൻ എന്താണെങ്കിലും നാളെ രാവിലെ അവിടെ ഉപകരണങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ട്. ആ സമയം അവളെ ഞാൻ അവിടെ ഇട്ട് തന്നെ പിടിച്ചോളാം. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് നന്ദിനിയും മീനാക്ഷിയും. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി കുഞ്ഞിനെ കളിപ്പിക്കുന്നതാണ്. നിന്നെ ഇട്ടിട്ട് പോയൊരു സ്ത്രീ ഉണ്ടല്ലോ, അവളെ കാണാൻ വേണ്ടി ഞാൻ പോവുകയാണ്. പക്ഷേ നിന്നെ ഞാൻ ആരെ ഏൽപ്പിച്ചിട്ട് പോകും? എൻ്റെ അമ്മയും മുത്തശ്ശിയുമൊക്കെ നിന്നെ പൊന്നുപോലെ നോക്കുമായിരുന്നു. പക്ഷേ നിന്റെ അച്ഛനെ ഒരു കാർ കുടകനായിപ്പോയി. ഞാൻ പോയാൽ എൻ്റെ കുഞ്ഞ് കരയുകയോ വിഷമിക്കുകയോ ചെയ്യുമോ? അത്രയും പറഞ്ഞ് ആലോചിച്ചിട്ട് മീനാക്ഷി പറയുകയാണ്, ഒരു നമ്പർ 1 ഐഡിയ കിട്ടിയിട്ടുണ്ട്, അത് പ്രയോഗിക്കാം. അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മീനാക്ഷിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.